യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മിക്കവാറും വൈഗ മാഡത്തിനെ സുന്ദരി ചേച്ചിയുടെ കയ്യിൽ കിട്ടിക്കാണും. അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വൈഗ മാഡം ഡോക്ടറിന്റെ വീട്ടിലുണ്ടെന്ന് സുന്ദരി ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞു. എന്നാ ആ വിവരം അറിഞ്ഞ് അച്ഛനും വൈദേഹി മാഡവും അവിടെ എത്തുമ്പോഴേക്കും വൈഗ മാഡം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഒരു പക്ഷേ വൈഗ മാഡം ചെന്ന് ചേച്ചിയുടെ മുമ്പിൽ ചാടിയിട്ടുണ്ടെങ്കിലോ? എടി മോളെ, അത് തന്നെയല്ലേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. ഇനി വൈകിയും കുഞ്ഞിനെയും സുന്ദരിയുടെ കൈ കിട്ടിയെന്ന് തന്നെ വെച്ചോ, അവക്ക് വീട്ടിലേക്ക് വന്നൂടെ? അറിയില്ലല്ലോ, എല്ലാവരോടും പിണങ്ങിയല്ലേ വൈഗ മാഡം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വൈദേഹി മാഡവും അച്ഛനും അങ്ങോട്ട് ചെല്ലൂന്ന് അറിഞ്ഞപ്പോ തന്നെ വൈഗ മാഡം അവിടെ നിന്ന് എസ്കേപ്പ് ആയി കാണും. അങ്ങനെ ഒരാൾ സുന്ദരിയുടെ കൂടെ ഇവിടേക്ക് തിരിച്ചു വരുന്നു തോന്നുന്നുണ്ടോ? നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്നാലും വൈഗ സുന്ദരിയുടെ അടുത്തുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് സുന്ദരി നമ്മളെ അറിയിക്കാതിരിക്കോ മാലിനി? അത് മാത്രമല്ല, അവള് തിരികെ വരാൻ ഇത്രയും വൈകിയ നമ്മളിവിടെ പേടിക്കുമെന്ന് അവൾക്ക് അറിഞ്ഞൂടെ? ഉള്ള കാര്യം പറയാലോ, ഏത് മാഡത്തിന്റെ കൂടെയാണെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. കൃഷ്ണ, നീ അവൾ എവിടെയുണ്ടെന്ന് ഒന്ന് പോയി അന്വേഷിക്കും മോനെ. വൈദേഹി മാഡം ആണല്ലോ, ചിലപ്പോ മാഡം എന്തെങ്കിലും അറിഞ്ഞു കാണും. എന്നെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് നിന്നെ വിളിച്ചതായിരിക്കും. എടുത്തേ. ഹലോ മാഡം, കൃഷ്ണൻ വീട്ടിലെത്തിയോ? ആ ഞാൻ കൊടുക്കാം. എന്താ മാഡം? കൃഷ്ണ, നമുക്ക് ഭാഗ്യമുണ്ട്. ഞാൻ വീട്ടിൽ വരുമ്പോ വൈഗ ഇവിടെ ഉണ്ടായിരുന്നു. ഹോ, രക്ഷപ്പെട്ടു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മാഡം? കുഴപ്പമൊന്നുമില്ല, അവളും കുഞ്ഞും സേഫാ. ഹോ, അതെ, വൈകിയെ കിട്ടി. വൈകമോള് വീട്ടിലുണ്ട്, മാഡത്തിന്റെ അടുത്ത്. മാഡം, അപ്പോ സുന്ദരി അവിടെ ഉണ്ടോ? സുന്ദരിയോ? സുന്ദരി ഇവിടെ വന്നില്ലല്ലോ കൃഷ്ണ. അതെന്താ കൃഷ്ണ സുന്ദരി ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചത്? അവൾ ഇതുവരെ വീട്ടിലെത്തിയില്ലേ? ഇല്ല മാഡം, ഞാൻ വീട്ടിലെത്തുമ്പോ എല്ലാരും അവളെ കാത്തിരിക്കായിരുന്നു. ഞാനും വിളിച്ചു നോക്കിയതാ, ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫാ. ഈ കൊച്ചിത് എവിടെ പോയി? എന്താ കൃഷ്ണ പറയുന്നത്? മാഡം, ഞാൻ വിളിക്കാമേ, ഒന്ന് അന്വേഷിക്കട്ടെ. ഏട്ടാ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. സുന്ദരിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ കൃഷ്ണ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, സുന്ദരി ചേച്ചനെ വിളിച്ചോണ്ടിരുന്നപ്പോ അവസാനം എന്തോ ശബ്ദം കേട്ടെന്ന്. ഇനി വണ്ടി എങ്ങാനും ആക്സിഡന്റ് ആയി കാണും. അയ്യോ, ഒരു വിവരമില്ലല്ലോ. ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ എവിടെയെങ്കിലും പോയി അന്വേഷിക്ക കൃഷ്ണ. എന്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ ചാമുണ്ടേശ്വരി, എന്റെ കുഞ്ഞിത് എവിടെ പോയതാ? ഭഗവതി, എല്ലാവർക്കും വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അതിന്റെ ജീവിതം കൂടി പാഴാവാൻ പോവാണോ? അമ്മയൊന്ന് സമാധാനപ്പെട്. ശ്രീദേവി, മാലിനി, അമ്മയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയേ. ചെല്ല്. വാ അച്ഛമ്മ, അച്ഛൻ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യട്ടെ. നമുക്ക് അകത്തേക്ക് പോവാം. വാ വാ.
പ്രശ്നമുണ്ടല്ലോ മോളെ. നീ വീട്ടിലുണ്ടെന്ന് പറയാനായിട്ട് ഞാൻ കൃഷ്ണനെ വിളിച്ചിരുന്നു. അപ്പോഴാ ഒരു കാര്യം അറിഞ്ഞത്. നേരം ഇത്രയുമായിട്ടും സുന്ദരി വീട്ടിലെത്തിയില്ല എന്ന്. ആ കൊച്ചിത് എവിടെ പോയതായിരിക്കും? ഞാനും കുറെ വിളിച്ചായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫാ. ഇനിയിപ്പോ എന്തെങ്കിലും അപകടം പറ്റി കാണുമോ അതിന്? സുന്ദരിയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ സുന്ദരിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോന്നതിന് പുറകെ നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാ സുന്ദരി. അതിനുശേഷം 1-2 തവണ വിളിക്കുകയും ചെയ്തു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഈ നേരമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. എവിടെയാണെന്ന് ആർക്കും അറിയേയില്ല. ഇത്രയും കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ മോളെ? അമ്മ ഉറങ്ങുന്നില്ലേ? മരിക്കാൻ തീരുമാനിച്ചവളാ നീ. ഒരാള് സ്വയം ജീവനെടുക്കാൻ തീരുമാനിക്കുമ്പോഴെങ്കിലും എല്ലാം മറന്ന് യാഥാർത്ഥ്യവും സത്യവും ശരിയും എന്താണെന്ന് ചിന്തിക്കും. ആ ഒരു ചിന്ത നിന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ സുന്ദരിയെക്കുറിച്ച് പറയുമ്പോ ഇപ്പോഴും നീ ഇങ്ങനെ മുഖം തിരിക്കില്ലായിരുന്നു വൈക. ആരുടെയും പക്ഷം ചേർന്ന് പറയല്ല, എന്നാലൊട്ട് പറയാതിരിക്കാനും ആവില്ല. ഈ ഭൂമിയിൽ ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനു വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കില്ല. സ്വന്തം ജീവിതം തന്നെ ദാനമായി കൊടുത്ത് ഒരു പെണ്ണിനെയും സ്നേഹിക്കുകയില്ല. ഇക്കാലം അത്രയും സുന്ദരി എല്ലാം സഹിച്ചതും പൊറുത്തതും വേദന അനുഭവിച്ചതും നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. ഒന്ന് നിർത്താവോ അമ്മയ്ക്ക്? അമ്മ നേരത്തെ പറഞ്ഞില്ലേ, സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്നവർ ശരി തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കൂന്ന്. ഞാൻ ഒരുപാട് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് തന്നെയാ ഇപ്പൊ ഈ ദുർമുഖം കാണിക്കുന്നത്. എത്ര ആലോചിച്ചാലും എത്രയൊക്കെ ആനുകൂല്യങ്ങൾ നൽകിയാലും സുന്ദരിയുടെ പക്ഷത്ത് ഒരു ന്യായവും കണ്ടെത്താനാവില്ല എനിക്ക്. എല്ലാവരും പറയുന്നുണ്ടല്ലോ, സ്വന്തം ഭർത്താവിനെയും ജീവിതവും എനിക്ക് വേണ്ടി വിട്ടുതന്ന മഹാമനസ്കയാണ് സുന്ദരിയെന്ന്, വാഴ്ത്തപ്പെട്ടവളാണ് സുന്ദരിയെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മ, അവളുടെ ഭർത്താവിനെ എനിക്ക് വിട്ടു തന്നുകൊണ്ട് അവള് നടത്തിയത് ഒരു മഹത് കർമ്മമായിരുന്നോ അതോ ഒരു ചതിയായിരുന്നോ? എന്റെ മുന്നിൽ നിന്ന് അഭിനയിച്ച എല്ലാവരിലും ഒരു ശരിയെങ്കിലും കാണാൻ എനിക്ക് കഴിഞ്ഞേക്കും. പക്ഷേ അമ്മ ഈ പറഞ്ഞ സുന്ദരിയോട് പൊറുക്കാൻ വേണ്ടിയുള്ള മഹാമനസ്കതയൊന്നും ഈ വൈകക്കില്ല അമ്മ. സുന്ദരി വരികയോ പോവുകയോ കാണാതാവുകയോ തിരിച്ചു വരികയോ എന്തോ ആയിക്കോട്ടെ, ദയവേത് അത്തരം കാര്യങ്ങൾ എന്നോട് വന്ന് പറയരുത്. അത് കേൾക്കാൻ താല്പര്യമില്ല എനിക്ക്.